നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Please be seated. We give thanks to you, O God. We give thanks to you. We proclaim how great you are and tell of the wonderful things you have done. This is from the books of Psalms, chapter 75, verse 1. Good morning, one and all. We are so happy to proclaim that God has done great things because He allowed us to grow and develop. His strong hand is always upon us to shower His blessings. Let's begin this day with the prayer. Please rise for the prayer. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാരിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രി മീട്ടി. As in the beginning, I told you that God has done great things. Yes, we are blessed, and to begin with, postgraduate degree of Master of Commerce with specialization in finance. So today is the day in the history of St. Joseph's Arts and Science College to begin MCom. So to welcome you all to this grand celebration, I invite our beloved principal, Dr. P.T. Jose, for the welcome address. ഗുഡ് മോർണിംഗ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ പ്രത്യേക സുദിനത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ എത്രയും പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമ്മുടെ PG MCom കോഴ്സിൽ പഠിക്കുവാനായിട്ട് ആരംഭിക്കുന്ന വിദ്യാർത്ഥിനികളുടെ മാതാപിതാക്കളെ, എല്ലാറ്റിലുമുപരി ഇന്നിൻ്റെ താരങ്ങളായ MCom വിദ്യാർത്ഥിനികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. പക്ഷേ സ്വാഗതം ആശംസിക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് ഒരു ചെറിയ കാര്യം നിങ്ങളെ ബോധിപ്പിക്കുവാനുണ്ട്. ഈ വർഷം പുതുതായി തുടങ്ങിയ നമ്മുടെ MCom പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ അമ്മച്ചി മരിച്ചുപോയിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാൻ അമ്മച്ചിയുമായിട്ടാണ് ആ മകനൂടെ വന്നത്. ഞാനുമായി കുറേ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. സാം ജോയിയുടെ അമ്മച്ചിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയി അവർക്ക് പനി വരികയും അതിനോടനുബന്ധിച്ച് അവർ മരണപ്പെടുകയും ചെയ്തു. എന്തായാലും ആ നല്ല അമ്മച്ചിക്ക് തൻ്റെ മകൻ പഠിക്കുവാൻ പോകുന്ന ഈ സ്ഥാപനം
കണ്ട് സംതൃപ്തി അടയുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. നമ്മൾക്ക് ഈ തരുണത്തിൽ സാംജോയുടെ അമ്മച്ചിയുടെ ആത്മശാന്തിക്കായിട്ട് അല്പനേരം എഴുന്നേറ്റ് നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പ്രാർത്ഥിക്കാം. താങ്ക് യു. അമ്മച്ചിയുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുവാൻ നമുക്കെല്ലാവർക്കും കൂട്ടായി പ്രാർത്ഥിക്കാം. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സ്വാഗതം ആശംസിക്കുക എന്നുള്ളത് നല്ലൊരു പ്രവൃത്തിയാണ്. ആദ്യമായിട്ട് എനിക്ക് സ്വാഗതം ആശംസിക്കുവാനായിട്ടുള്ളത് നമ്മളുടെ എല്ലാവരുടെയും സംരക്ഷകനായ ഈ സ്ഥാപനത്തിൻ്റെയും പിതാവായിട്ടുള്ള നമ്മളുടെ മാനേജർ റെവറൻഡ് ഫാദർ ആൻ്റണി വലത്തിപ്പറമ്പിൽ CMIയോടാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബഹുമാനപ്പെട്ട പുരോഹിതൻ്റെ രണ്ടാമത്തെ ഔദ്യോഗിക ചടങ്ങാണ് ഈ കോളേജിൽ വെച്ച് നടക്കുന്നത്. ആദ്യ ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ ഞാൻ വാക്കാലെ പറയുകയുണ്ടായി, ഒരു പക്ഷേ സെൻറ്റ് ജോസഫ്സ് കോളേജിൻ്റെ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള വളർച്ച രേഖപ്പെടുത്തുന്നത് നമ്മളുടെ ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛൻ്റെ ഈ കാലയളവിലായിരിക്കും. അതങ്ങനെയാണ്. ചില വ്യക്തിത്വങ്ങൾ സ്ഥാപനത്തിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ വളർച്ച ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഉയരും. നമ്മൾ പറയില്ലേ, നല്ല മരുമക്കൾ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച കുടുംബത്തിൻ്റെ ഐശ്വര്യം കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നത് മാതിരി സെൻറ്റ് ജോസഫ്സ് കോളേജിൻ്റെ ഐശ്വര്യം ശരിക്ക് ആൻ്റണി അച്ഛൻ്റെ പ്രവേശനത്തിൽ കൂടെ ആരംഭിച്ചിരിക്കുകയാണ്. ഞാനിത് പറയുവാനുള്ള കാരണം, സെൻറ്റ് ജോസഫ്സ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു സുദിനമാണ് ഇന്ന്. വളരെ പ്രൗഢഗംഭീരമായി കൊണ്ടാടേണ്ട ഒരു ദിനമാണ് ഇന്ന്. കാരണം ഒരു അനുജൻ കോളേജ് ചേട്ടൻ കോളേജായിട്ട് മാറുന്ന ഒരു സുദിനമാണ് ഇന്ന്. നമ്മുടെ കോളേജ് സീനിയർ കോളേജായിട്ട് ഉയരുകയാണ് ഇന്ന്. അത് ഒരു കോളേജിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിനമാണ് ഈ ഒരു സുദിനം. നമ്മുടെ കോളേജ് ഇന്ന് മറ്റുള്ള എല്ലാ കോളേജുകൾക്കൊപ്പം സീനിയർ ലെവൽ കോളേജായിട്ട് മാറിയിരിക്കുകയാണ്. എത്ര UG കോഴ്സുകൾ തുടങ്ങിയാലും PG കോഴ്സ് ഇല്ലെങ്കിൽ അത് അനുജൻ കോളേജാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു പൂർണ്ണതയിലേക്ക് കടന്നിരിക്കുന്നു. ഇനി അതങ്ങോട്ട് കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചാൽ മതി. നമ്മൾ അടുത്ത വർഷം MA ഇംഗ്ലീഷ് തുടങ്ങും. അതിനുശേഷം വീണ്ടും PG കോഴ്സുകൾ നമ്മൾ ആരംഭിക്കും. അങ്ങനെ നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടുള്ള ലെവലിലേക്ക് നമ്മുടെ കോളേജിനെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. നമ്മുടെ മാനേജർ കാലെടുത്ത് വെച്ച ഈ ഒരു വർഷത്തിലാണ് കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 പ്രോഗ്രാം അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. അത് മറ്റൊരു അനുഗ്രഹമാണ്. കോളേജ് ആരംഭിക്കുന്നത് 3 പ്രോഗ്രാമായിട്ടാണ്, UG പ്രോഗ്രാമായിട്ടാണ്. പിന്നെയുള്ള വർഷങ്ങളിലൊക്കെ ഓരോ പ്രോഗ്രാമാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളൂ. അത് യൂണിവേഴ്സിറ്റി നിയമം അനുസരിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച്, ഗവൺമെൻറ് തീരുമാനം അനുസരിച്ച് ഓരോ പ്രോഗ്രാമാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതേസമയത്ത് ഈ ഒരു വർഷം നമുക്ക് 2 പ്രോഗ്രാം, ഒരു UG പ്രോഗ്രാമും ഒരു PG പ്രോഗ്രാമും ആരംഭിക്കുവാൻ സാധിച്ചു. എന്നു മാത്രമല്ല, നിലവിലുള്ള UG പ്രോഗ്രാമുകളിൽ നമ്മൾക്ക് സാധാരണ ചേർത്താൻ സാധിക്കുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ ഡബിളായിട്ട് ഉയർത്താൻ സാധിച്ചു. ഇപ്പോൾ നമ്മളുടെ ഫിനാൻസിലൊക്കെ BCom ഫിനാൻസിലൊക്കെ 67-68 പേരാണ് പഠിക്കുന്നത്. നമ്മൾക്ക് അനുവദിച്ചിട്ടുള്ളത് 48 കുട്ടികളാണ്. പക്ഷെ അതും നമ്മളുടെ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് എന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നത് നമ്മുടെ മാനേജർ അച്ഛൻ്റെ നല്ല പാദസ്പർശം കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നേടിയിട്ടുള്ളതെന്നാണ്.
വളരെയധികം നല്ല ഒരു അവസ്ഥയാണ് നമ്മുടെ സെൻറ്റ് ജോസഫ്സ് കോളേജിന് ഉണ്ടായിട്ടുള്ളത്. ഇനിയും അച്ഛൻ്റെ ഈ ഭരണകാലയളവിൽ കോളേജിന് എടുത്തു പറയാകാവുന്ന വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ്. ഞാൻ ഈ ബഹുമാനപ്പെട്ട നമ്മളുടെ മാനേജർ അച്ഛനെ എൻ്റെ പേരിലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും വളരെ ഹാർദവമായി ഈ സുദിനത്തിലേക്ക് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ആൻ്റണി അച്ഛനെ ഞാൻ എല്ലാവരും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ എന്നും ഐശ്വര്യമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഡയറക്ടർ അച്ഛനാണ്, ഫാദർ ജിജോ തീത്തായി. ഒരുപക്ഷെ നമ്മൾക്കൊക്കെ എന്തെന്നാ പറയുക, ഒരു ഓജസ്, ഒരു എനർജി നൽകുന്നൊരു വ്യക്തിയാണ് നമ്മളുടെ ഡയറക്ടർ അച്ഛൻ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോളൂ, നമ്മൾക്കൊക്കെ എനർജി തരുന്ന വ്യക്തിയാണ്. നമ്മൾ ഇത്രമാത്രം ഉത്സാഹത്തോടെ ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മുടെ ഡയറക്ടർ അച്ഛൻ്റെ ഡയറക്ഷൻസ് ഉണ്ട്, അതിൽ സംശയമില്ല. നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നു. ഏതെങ്കിലും ഒരു ടീച്ചർക്ക് പറയാൻ പറ്റും എൻ്റെ മിടുക്ക് കൊണ്ടാണ് ഞാൻ പ്രകാരം ക്ലാസ് എടുക്കുന്നതെന്ന്? ആർക്കെങ്കിലും അത് പറയാനുള്ള ധൈര്യമുണ്ടോ അവിടെ? എല്ലാവരും പറയണത് ജിജോ അച്ഛൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ നീങ്ങിയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും എല്ലാറ്റിനും നമുക്ക് അറിവ് സമ്പാദിച്ചിരിക്കുന്നു. ആരാ അതിൻ്റെ പിന്നിൽ? നമ്മുടെ ഡയറക്ടർ അച്ഛനാണ്. ആ ഒരു ഡയറക്ടർ അച്ഛനെ നമുക്ക് ലഭിച്ചതുകൊണ്ട് മറ്റു സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് വളരെ സുഗമമായി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ കൊണ്ടുപോകുവാനും എല്ലാ കാര്യങ്ങൾക്കും സാധ്യമാകുകയാണ്. ഈ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുക്കുമ്പോൾ 2 വർഷം ഇവിടെ സേവനം ചെയ്യുവാനാണ് മനസ്സുകൊണ്ട് അംഗീകരിച്ച് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നു, ജിജോ അച്ഛൻ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാനും ഇവിടെ തുടരുന്നത്. അപ്പം വിചാരിക്കും ജിജോ അച്ഛനേക്കാളും നല്ലവരും ഇവിടെ ഡയറക്ടറായിട്ട് വരും. നല്ലവർ തന്നെയാണ് വരുന്നത്, കഴിവുള്ളവരായിരിക്കും വരിക. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഒരു കെമിസ്ട്രി യോജിച്ചു പോകുന്നത് ജിജോ അച്ഛനായിട്ടാണ്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. നമുക്കിവിടെ ആര് വന്നാലും നമുക്ക് സ്വാഗതാർഹമാണ്. അപ്പോൾ ഞാൻ 3ാമത്തെ വർഷത്തിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു നല്ല മാതൃകയായ, നമുക്കെല്ലാവർക്കും സ്നേഹസമ്പന്നനായ, എളിമയുടെ നിറകുടമായ നമ്മളുടെ ഡയറക്ടർ റെവറൻഡ് ഫാദർ ജിജോ തീത്തായി CMI അവരെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ വേദിയിലിരിക്കുന്നത് നമ്മുടെ PTA പ്രസിഡൻറ്റ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, UG കോഴ്സിൻ്റെ അല്ലേ, COVID-19 തന്ന ഒരു മഹാഭാഗ്യമാണ് സെൻറ്റ് ജോസഫ്സ് കോളേജിന് തന്നൊരു ഭാഗ്യമാണ് നമ്മളുടെ PTA പ്രസിഡൻറ്റ് മിസ്റ്റർ അബ്ദുൾ റഹ്മാൻ്റെ തുടർച്ച. ഒരു പക്ഷേ COVID-19 ഇല്ലായിരുന്നുവെങ്കിൽ ഈ സ്ഥാനത്ത് വേറൊരു വ്യക്തിത്വമായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോഴും നിങ്ങൾ ചോദിക്കാം, ഇദ്ദേഹം മാത്രമാണോ ഏറ്റവും നല്ലൊരു വ്യക്തി? ഇനിയും വരുന്നവരിലില്ല, ഉണ്ടാകാം. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതിനെയാണ് ആദ്യം അംഗീകരിക്കണേ. കഴിവും അതേപോലെ തന്നെ ആത്മാർത്ഥതയും തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഇപ്പോഴത്തെ PTA പ്രസിഡൻറ്റ്. അതുകൊണ്ടാണ് ആ സ്നേഹം നിൽക്കുന്നത്. ഏതൊരു കാര്യത്തിനും, ഇപ്പോൾ ഇന്നത്തെ ചടങ്ങിനായാൽ പോലും കൃത്യസമയത്തിന് എത്തിച്ചേർന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല ഞങ്ങൾക്ക് വരെ വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ മാത്രം സമർത്ഥനായിട്ടുള്ള, മിടുക്കനായിട്ടുള്ള ഒരു PTA പ്രസിഡൻ്റാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ നമുക്ക് ഈ ഒരു വർഷവും ലഭിച്ചു എന്നുള്ളതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്.
ഞാൻ മിസ്റ്റർ അബ്ദുൽ റഹ്മാൻ സാറിനെ ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരു ഭാഗ്യപ്പെട്ട കുട്ടിയാണ് തൻസീഹ ഇബ്രാഹിം. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, ചെയർപേഴ്സണായിട്ട് ഇതാ 2ാം വർഷവും ഇരിക്കുന്നു. അതിനേക്കാൾ ഉപരി ഒരു ഉയർന്ന ഒരു തലത്തിലേക്കാണ് തൻസീഹ ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. തൻസീഹയ്ക്ക് ഏത് കാലഘട്ടത്തിലും പറയാം, ഞാൻ ചെയർപേഴ്സണായിരിക്കുന്ന സമയത്താണ് സെൻറ്റ് ജോസഫ്സ് കോളേജ് സീനിയർ കോളേജായിട്ടുള്ളത്. അത് തൻസീഹ എന്ന് പറയുന്ന ചെയർപേഴ്സന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. തൻസീഹ കോളേജിനോട് വളരെയധികം സഹകരിക്കുകയും ആത്മാർത്ഥമായി ഓരോ കാര്യങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്ന കുട്ടിയാണ്. സെൻറ്റ് ജോസഫ്സ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വനിതാ ചെയർപേഴ്സണാണ്. കഴിഞ്ഞ വർഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ചില സംശയങ്ങളൊക്കെ പലരുടെ മനസ്സിലുണ്ടായിരുന്നു. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുക? ഇതൊരു പെൺകുട്ടിയല്ലേ, കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുമോ? എൻ്റെ വിലയിരുത്തലുകളിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ചെയർമാന്മാരിൽ വെച്ച്, ഇതിനു മുമ്പുള്ളവരൊക്കെ ചെയർമാന്മാരായിരുന്നു, ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഒരു ചെയർപേഴ്സണാണ് തൻസീഹ എന്ന് എനിക്ക് ഉറച്ചു പറയാൻ സാധിക്കും. തൻസീഹയെ വളരെ അഭിമാന പുരസ്സരം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമ്മൾക്ക് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒന്നിനൊന്ന് കിടപിടിക്കുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റും കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും. നമ്മൾക്കിനി അത് 3 ആകേണ്ടി വരും. മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഒന്ന് തിരിയേണ്ടതായിട്ട് വരും. തൽക്കാലം നമ്മൾ കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ആയിട്ട് ഒരുമിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വളരെ അതിഗംഭീരമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്കതിനുള്ള അംഗീകാരങ്ങളൊക്കെ നമ്മൾ നൽകാൻ തയ്യാറാണ്. അടുത്ത വർഷം നമ്മൾ തുടങ്ങാൻ പോകുന്ന PG പ്രോഗ്രാം MA ഇംഗ്ലീഷാണ്. അത് അവർക്ക് നൽകുന്ന അംഗീകാരമാണ്. അപ്പോൾ എന്തുകൊണ്ട് MCOM ആദ്യം ആരംഭിച്ച്? നമുക്ക് 3-4 UG ബാച്ചുള്ളത് കോമേഴ്സിലാണ്. അതുകൊണ്ട് തന്നെയാണ് MCOM നമ്മൾ ആദ്യം ആരംഭിച്ചിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇവിടെ ഉപരിപഠനത്തിന് അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അതിനു വേണ്ട അവസരം ഒരുക്കുവാനായിട്ടാണ് അടുത്ത വർഷം മുതൽ നമ്മൾ MA ഇംഗ്ലീഷിന് അവസരം കാത്തിരിക്കുന്നത്. ഈ വർഷത്തിൽ നമ്മളത് അപേക്ഷിക്കും. അടുത്ത വർഷത്തിൽ നമുക്ക് ലഭിക്കുക PG പ്രോഗ്രാമായിട്ട് ലഭിക്കുക MA ഇംഗ്ലീഷായിരിക്കും. അത് ആ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. എല്ലാവരും ഒരുപോലെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരോട് ഒത്തുചേർന്നുകൊണ്ട് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മലയാളം ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ നമുക്ക് രഞ്ജിത്ത് സാറുണ്ട്. ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ബീന മിസ്സുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ നമ്മളുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിനോട് ബന്ധപ്പെട്ടുകൊണ്ട് MCJ അതിൽ ഉള്ള സാറ് അരുൺ സാറുണ്ട്. അവരെല്ലാവരും ഈ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിനോട് യോജിച്ചിട്ടാണ് പ്രവർത്തിച്ച് വരുന്നത്. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നീന മിസ് നമ്മളുടെ വേദിയിൽ സന്നിഹിതയാണ്. നമ്മളുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആണ്. അതിൻ്റെ കോർഡിനേറ്റർ ഷേർലി മാമാണ്. ചില കാരണങ്ങളെ കൊണ്ട് വരാൻ സാധിക്കാത്ത ചില അവസ്ഥാവിശേഷമുള്ളത് കൊണ്ട് മാം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടില്ല. അവർക്കുള്ള ഒരു തിലകക്കുറിയായിട്ട് നിൽക്കുന്നൊരു വ്യക്തിത്വമാണ് ഷേർലി മാം. വിമല കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ HOD ആയി റിട്ടയർ ചെയ്തിട്ടുള്ള PhD ഉള്ള ഒരു ടീച്ചറാണ്. അവരുടെ അടക്കം സാന്നിധ്യം മനസ്സുകൊണ്ടുകൂടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. എന്തായാലും അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടും നീന മിസ്സിനെ പ്രത്യേകമായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനി എനിക്ക് സ്വാഗതം അർപ്പിക്കുവാനായിട്ടുള്ളത് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള വ്യക്തിത്വമാണ്. രഞ്ജി ജോസഫ് സാറാണ്
വേദിയിൽ ഇരിക്കുന്നത്. കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. MCom സ്റ്റുഡൻസിൻ്റെ അറിവിലേക്ക് പറയുകയാണ്, നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് രഞ്ജി സാറ്. രഞ്ജി സാറുമായി കൂടുതൽ നിങ്ങൾ അടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കഴിവ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായി കൊണ്ടുവന്നുള്ളൂ. സെൻറ്റ് ജോസഫ്സ് കോളേജ് എന്തായാലും അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം മുതൽ സെൻറ്റ് ജോസഫ്സ് കോളേജിൻ്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളൊരു പദവി വരെ അദ്ദേഹത്തിന് നൽകി ആദരിക്കുവാനായിട്ട് ഡയറക്ടറുടെ ഭാഗത്തുനിന്നും നമ്മുടെ കോളേജിൻ്റെ ഭാഗത്തുനിന്നും നിർദ്ദേശം വന്നിട്ടുണ്ട്. ശരിക്കും ഒരു കോളേജ് പ്രിൻസിപ്പളായിട്ട് ഇരിക്കുവാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഇൻറ്റേർണലായിട്ടുള്ള എല്ലാ കഴിവുകളും, ഇൻറ്റേർണൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു പക്വത, ശാന്ത സ്വഭാവം, ബാലൻസ്ഡ് മൈൻഡ്, അതുപോലെ തന്നെ ഏതൊരു കാര്യത്തെയും വളരെ ലാഘവത്തോടെ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവ്, നമ്മളോട് എല്ലാവരോടും വളരെ സൗഹാർദ്ദത്തോടെ പെരുമാറുവാനുള്ള ഒരു കഴിവ്, ആരോടും എതിർപ്പില്ല, ആരോടും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ലാത്തൊരു വ്യക്തി. അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മളുടെ രഞ്ജിത്ത് സാറ്. പിന്നെ UGC ഗവൺമെൻറ് നിയമപ്രകാരം ഒരു കോളേജിലെ പ്രിൻസിപ്പളാകണമെങ്കിൽ, ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രിൻസിപ്പളാകണമെങ്കിൽ ഏതെങ്കിലും ഒരു അഫിലിയേറ്റഡ് കോളേജിൽ 15 വർഷത്തെ സേവനം വേണം. അതുപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇതിനേക്കാൾ എല്ലാറ്റിനും ഉപരി ഡോക്ടറേറ്റ് ഉണ്ടായിരിക്കണം, PhD ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്റ്റേണലായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ ഇല്ല, അത് നമുക്ക് പലർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രിൻസിപ്പൽ എന്നുള്ളൊരു സ്ഥാനത്തേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സും അതിന് കഴിവുള്ളവർ തന്നെയാണ്. ഞാനതിൽ ഒരു വ്യക്തിയെ പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും അതിന് കഴിവുറ്റവരാണ്. എന്തായാലും കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രതിനിധീകരിച്ചിരിക്കുന്ന രഞ്ജി ജോസഫ് സാറെ ഞാൻ പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി എനിക്ക് സ്വാഗതം ചെയ്യുവാനായിട്ടുള്ളത് നമ്മളുടെ സഹപ്രവർത്തകരെ, എൻ്റെ സഹപ്രവർത്തകരെ. നമ്മളൊക്കെ ഇവിടെ നിൽക്കാനും ഇവിടെ പ്രവർത്തിക്കാനും ഈ കോളേജ് ഈ തരുണത്തിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിവിടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുടെ സഹകരണം കൊണ്ട് മാത്രമാണ്. എല്ലാവരും സെൻറ്റ് ജോസഫിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ടീച്ചേഴ്സ് മീറ്റിങ്ങിൽ സ്റ്റാഫ് മീറ്റിങ്ങിൽ വെച്ച് മാനേജർ അച്ഛൻ തന്നെ പറഞ്ഞു, ഇതാണ് എനിക്ക് കാണേണ്ട സൗഹാർദ്ദം നിങ്ങളുടെ എല്ലാവരുടെയും ആ സഹകരണം. അതേപോലെ ടീച്ചേഴ്സായാലും നോൺ ടീച്ചേഴ്സ് സ്റ്റാഫായാലും എല്ലാവരും ഒരുപോലെ, ഞങ്ങളുടെ സൂപ്രണ്ടായിട്ടുള്ള മോഹൻ സാറ് തൊട്ട് എല്ലാ ജീവനക്കാരും, ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ ഓഫീസിലും പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുപോലെ സെൻറ്റ് ജോസഫിനെ സ്നേഹിക്കുന്നവരും സെൻറ്റ് ജോസഫിൽ പ്രവർത്തിക്കുന്നവരെ പരസ്പരം സ്നേഹിക്കുന്നവരുമാണ്. ഞാൻ നിങ്ങളെല്ലാവരെയും ഈ സുദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സുപ്രധാനമായ 2 ഗ്രൂപ്പുകളെയാണ്. അതിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന പാരൻസ്. ഞങ്ങൾ എല്ലാവരും നമ്മൾ ഈ കോവിഡിൻ്റെ കാലഘട്ടം ആയതുകൊണ്ടാണ് ഇതൊക്കെ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രൂപത്തിൽ നമ്മൾക്ക് ചെയ്യാനായിട്ട് വേണ്ടി വന്നത്. എന്തായാലും പാരൻസിനെ, MCom സ്റ്റുഡൻസിൻ്റെ പാരൻസിനെ റെപ്രസെൻ്റ് ചെയ്ത് 2 പേരുണ്ട് അല്ലേ, 2 പേരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റുള്ളവർ വരാതെ അല്ല കേട്ടോ, നമ്മളത് അങ്ങനെ നിർബന്ധം പിടിക്കാഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറേ പേരൊക്കെ എത്തുമായിരുന്നു. അത് അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മളതിന് മുതിരാഞ്ഞത്. എന്തായാലും നിങ്ങളുടെ ഈ മഹനീയ സാന്നിധ്യത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. നിങ്ങളെല്ലാ വിധത്തിലും വളരെ സൗഹാർദ്ദപരമായി സന്തോഷകരമായി നിങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് എൻ്റെ മക്കളെയാണ്. അവരെ ഞാൻ അവസാനം സ്വാഗതം ചെയ്യാം, പക്ഷെ അവർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വാഗതം. 2 വർഷം ഇവിടെ കഴിച്ചു കൂട്ടേണ്ടവരാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രാധാന്യം ആദ്യം മനസ്സിലാക്കണം.
600ഓളം കുട്ടികളുടെ UGക്ക് പഠിക്കുന്ന കുട്ടികളുടെ ചേട്ടന്മാരും ചേച്ചിമാരുമാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ UGയിൽ പഠിച്ച മാതിരിയല്ല. നിങ്ങൾ 600ഓളം കുട്ടികളുടെ ചേട്ടന്മാരും ചേച്ചികളുമാണ്. നിങ്ങൾ ഒരു പക്ഷെ അവരുടെ ക്ലാസ്സുകളിൽ പോയി അവർക്ക് ക്ലാസ്സുകൾ വരെ എടുത്തു കൊടുക്കേണ്ടി വരും, മോഡൽ ക്ലാസ്സുകൾ വരെ. അല്ലാണ്ട് നിങ്ങളുടെ സെമിനാർ നമ്മൾ UGയിൽ ചെയ്താൽ മാതിരി നിങ്ങൾ തമ്മിലല്ല ചെയ്യിപ്പിക്കുക. നിങ്ങളൊക്കെ UG ക്ലാസ്സുകളിലേക്ക് വിടും, അവിടെ പോയിട്ട് നിങ്ങൾ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം. കാരണം PG എന്ന് പറഞ്ഞാൽ അത് ഒരു സ്റ്റേജ് വേറെയാണ്. നമ്മളൊരു സ്വയം പര്യാപ്തത നേടിയിട്ട് വേണം ഈ കോളേജിൽ നിന്ന് പുറത്തോട്ട് പോകാൻ. ഏകദേശം നമ്മൾക്ക് 3 റിസർവേഷൻ അടക്കം 15 സീറ്റ് അനുവദിച്ചിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഈ കൊല്ലം. ഇനി ക്രമേണ അത് 25-30 ആവും. ഈ വർഷം നമുക്ക് അനുവദിച്ചിട്ടുള്ളത് 3 റിസർവേഷൻ. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല, അതിൽ നിന്നുള്ളവർ തന്നെ വരണം. പിന്നെ 12 സീറ്റാണ്, മാനേജ്മെൻറ്റും മെറിറ്റും ഒക്കെ കൂടിയിട്ട്. ഈ 12 സീറ്റിൽ 10ഓളം പേരാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. അതിൽ 3 പേര് ഞാനിവിടെ ഇതുവരെയും പൈസ വാങ്ങിയിട്ടില്ല. കാരണം ഇനി അലോട്ട്മെൻറ്റ് നോക്കിയിരിക്കുന്നുണ്ട് അവർ. എയ്ഡഡ് കോളേജിലോ ഗവൺമെൻറ് കോളേജിലോ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോവും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ചേരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ തന്ന് ചേർന്നിട്ടുള്ളവർ നിങ്ങൾ 7 പേരാണ് ഇപ്പോഴും. പൈസ തന്ന് 3 പേരാണ് നമ്മളിനി വെയിറ്റ് ചെയ്യുന്നത്. അവർ അവിടെ കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരാമെന്നുള്ളതാണ്. നമ്മളിവിടെ ചേർത്തിയിട്ട് അവരെ ഇവിടുന്ന് TC കൊടുക്കണേക്കാളും നല്ലത് അവർക്ക് കിട്ടാത്ത അവസ്ഥയിൽ വരട്ടെ, നമ്മുടെ ക്ലാസ് ആരംഭിക്കണല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ്. പക്ഷേ നിങ്ങൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്, നിങ്ങളാണ് ഈ സെൻറ്റ് ജോസഫ്സ് കോളേജിൻ്റെ ആദ്യത്തെ PG കോഴ്സിൻ്റെ ബാച്ചായിട്ട് വരുന്നത്. എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, ഞങ്ങളാണ് അവിടുത്തെ MCOMലെ ആദ്യത്തെ ബാച്ചുകാർ. എന്നും വളരെ അഭിമാനത്തോടെ പറയാകാവുന്ന ഒരു കാര്യമാണ്. അതിന് അടുത്ത ബാച്ചുകാർക്ക് കിട്ടില്ല, അത് നിങ്ങൾക്ക് തന്നെയുള്ളൂ. ഒരു പക്ഷേ നമ്മൾ വൈകി നമുക്ക് അനുവദിച്ചത് കൊണ്ട് എനിക്കറിയാം നമ്മൾക്കൊക്കെ മാർക്ക് കുറച്ച് കുറവാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതൊന്നും നമ്മൾക്ക് ഈ വർഷത്തിൽ ഒരു പ്രശ്നമല്ല, കാരണം ഇത് തുടങ്ങിയ വർഷമല്ലേ, അതുകൊണ്ട് അതൊരു ഇഷ്യൂ അല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുറപ്പിക്കണം, എത്ര പേര് ഇവിടെ MCOMന് പഠിക്കുന്നുണ്ടോ, നിങ്ങൾ 2 വർഷം കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി എടുത്തിട്ട് വേണം, PG ഡിഗ്രി എടുത്തിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങുവാനായിട്ട്. ആ ഒരു വാഗ്ദാനം നിങ്ങൾ മനസ്സിൽ എടുക്കണം. നിങ്ങൾ കുറച്ച് പേരുള്ളൂ, നിങ്ങൾക്ക് എത്ര അറ്റൻഷൻ തരാൻ തയ്യാറാണ് ടീച്ചേഴ്സ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏത് ബുക്കുകളും മേടിച്ച് തരാൻ തയ്യാറാണ്. അത് നിങ്ങൾക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ്, ഈ വർഷത്തിൽ ചേർന്നിട്ടുള്ള കുട്ടികൾക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ്. അത് വേണ്ട വിധത്തിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളായിരിക്കണം 100% വിജയം നേടുന്ന ബാച്ച്. അപ്പോൾ അതിനെ ഫോളോ ചെയ്തിട്ട് പിന്നീട് വരുന്ന എല്ലാ ബാച്ചുകളും 100% വിജയം നേടിക്കോളും. നമുക്ക് PGയിലൊന്നും തോൽവിയില്ല, തോൽവി ഉണ്ടാവാൻ പാടില്ല, പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സെൻറ്റ് ജോസഫ് കോളേജ് നിങ്ങൾക്ക് ചെയ്തു തരും. ഇനിയിപ്പോൾ നമ്മൾ കുട്ടികൾ വരുത്തി തുടങ്ങിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ കാര്യം ഞങ്ങൾ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. നിങ്ങളിവിടെ വന്നിട്ട് തന്നെ ക്ലാസ് തരാനോ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ നമ്മളത് ചിന്തിക്കും. നിങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു വാഗ്ദാനം ഇതാണ്, ഞങ്ങൾ ചുരുങ്ങിയത് 60% മാർക്കെങ്കിലും വാങ്ങി, അതിൽ നിർത്താനല്ല ഉദ്ദേശിക്കണേ, ചുരുങ്ങിയത് 60% മാർക്കെങ്കിലും വാങ്ങി ഞങ്ങൾ പാസ്സാകും എന്നുള്ളൊരു വാഗ്ദാനം നിങ്ങളിവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ എടുക്കണം. അതാണ് ഞങ്ങൾക്ക് തരേണ്ട ഏറ്റവും വലിയ സമ്മാനം. ഓക്കെ, അപ്പോൾ നിങ്ങളെയും ഈ ഒരു പരിപാവനമായ ഈ ഒരു സുദിനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ വളരെ ഗംഭീരമായിട്ട് നടത്തേണ്ട ചടങ്ങായിരുന്നു ഇത്. പക്ഷേ COVID-19 നമ്മളിതേപോലെ ആക്കി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ദിനമാണ് ഇന്ന്. നിങ്ങളെല്ലാ വിധത്തിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റ് എല്ലാവരെയും, ആരെങ്കിലുമൊക്കെ ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ ഈ ഒരു സുദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. Thank you, sir, for the warm welcome. Next, we are moving on to the inaugural session. To be inspired is great, but to be an inspiration is an honor. It gives me great pleasure to introduce the chief guest of this inaugural function, the educationalist and the person who is devoted to serve the community.
don't get much complicated. He is none other than our new manager, Reverend Father Anthony Vellathiparambal CMI, the prior of the St. Thomas Monastery and the manager of all our institutions. I happily welcome you, Father, for the inaugural address and to light the lamp for us to get enlightened. Welcome, Father. സെൻറ്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട ഫാദർ ജിജോ തീതായ്, പ്രിൻസിപ്പൽ ഡോക്ടർ പി.ടി. ജോസ്, ഇന്ന് ആരംഭിക്കുന്ന ഈ PG കോഴ്സിന് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന PTA പ്രസിഡൻറ്റ് മിസ്റ്റർ അബ്ദുൾ റഹ്മാൻ, ചെയർപേഴ്സണായിരിക്കുന്ന തൻഷീഹ ഇബ്രാഹിം, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിരിക്കുന്ന മിസ്സസ് നീന പ്രിയദർശിനി, കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർഡിനേറ്റർ മിസ്റ്റർ രഞ്ജിത് ജോസഫ് സി, അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, വളരെ പ്രത്യേകമായിട്ട് ആദ്യമായി ഈ സ്ഥാപനത്തിലേക്ക് PG കോഴ്സ് ആരംഭിക്കുന്ന ഈ അവസരത്തിൽ കടന്നു വന്നിരിക്കുന്ന കുട്ടികളെ എല്ലാവർക്കും ഈ സുദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും ഹൃദ്യമായിട്ട് ആശംസിക്കുന്നു. പല രീതിയിൽ ഈ ദിവസങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഡിസംബർ മാസം ക്രിസ്തുമസിൻ്റെ ഒരു സമയമാണ്. 2021 കടന്നു വരുന്ന പുതിയ വർഷത്തിലേക്ക് കടക്കാനിരിക്കുന്നൊരു സമയമാണ്. സെൻറ്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മാത്രമല്ല, ആഗോള സഭയിൽ 2020 ഡിസംബർ മുതൽ 2021 ഡിസംബർ വരെ സെൻറ്റ് ജോസഫ് വർഷമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെൻറ്റ് ജോസഫിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുകയും മനസ്സിലാക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നൊരവസരം കൂടിയിട്ടാണ് ഈ സന്തോഷകരമായിട്ടുള്ള സമയത്ത് ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന മക്കളോട് എന്താണ് പറയാനായിട്ടുള്ളത്. നിങ്ങളിവിടെ തുടക്കത്തിൽ കേട്ടതുപോലെ ഇവിടെയുള്ള സ്റ്റാഫ് അംഗങ്ങൾ, ഇവിടെയുള്ള മാതാപിതാക്കളുടെ PT അസോസിയേഷൻ, കുട്ടികളുടെ ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ നേതൃത്വ ശൈലികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ഡയറക്ടറച്ഛൻ നിങ്ങളെ കാണുന്നത് പോലെ തന്നെ ചെറുപ്പമാണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം തൻ്റെ പഠനങ്ങൾ നടത്തിയിരിക്കുന്ന വ്യക്തിയാണ്. വിവിധ വിദേശ രാജ്യങ്ങളിൽ പോയി സേവനം ചെയ്തിരിക്കുന്ന അനുഭവം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. കളികൾ, പഠനം, കമ്പ്യൂട്ടർ എന്ന് വേണ്ട പെയിൻറ്റിങ് പോലെയുള്ള കലകളിലും വളരെയേറെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ് ബഹുമാനപ്പെട്ട ജിജോ തീതായി അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ടുള്ള കഴിവും ക്രിയേറ്റിവിറ്റി, അത് പ്രത്യേകതയാണ്. ഇപ്പോൾ ഈ കോളേജിൽ നിങ്ങൾക്ക് കാണാവുന്നൊരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഈ സ്റ്റേജ്. മറ്റ് ചില കോളേജുകളിൽ ചിലപ്പോൾ 3-ാം നിലയിലോ 4-ാം നിലയിലോ എവിടെയെങ്കിലും ദൂരെയായിരിക്കാം. എന്നാൽ ഈ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് സ്റ്റേജാണ്. അതിൻ്റെ കാരണം തന്നെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം പെർഫോം ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൂടിയിട്ട് ഒരുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയാണ്. സെൻറ്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണിത്. ഇവിടെ കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജിജോ തീതായി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ വെൽക്കം സ്പീച്ച് പറഞ്ഞ നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനെ നിങ്ങൾ ശ്രവിച്ചവരാണ്. അദ്ദേഹം അറിവും അനുഭവമുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒറ്റവാക്കിൽ പറഞ്ഞ കാര്യം മനസ്സിലാകും. എന്താണ്? എൻ്റെ തന്നെ അധ്യാപകനാണ്. ഞാൻ സെൻറ്റ് അലോഷ്യസ് കോളേജ് എൽത്തുരുത്ത് പഠിച്ചിരുന്ന അവസരത്തിലെ അധ്യാപകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ സമർപ്പണം എടുത്തു പറയേണ്ട ഒന്നാണ്. ചിലപ്പോൾ അധ്യാപക വൃത്തിയിൽ കടന്നു വരാവുന്നൊരു കാര്യം അധ്യാപക വൃത്തി ചിലപ്പോൾ സൈഡ് ബിസിനസ്സായിട്ട് മാറാറുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഡോക്ടർ PT ജോസ് സാറെക്കുറിച്ച് പറയാനായിട്ടുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ഈ അധ്യാപക വൃത്തി. മുഴുവൻ സമയം ഇതിനു വേണ്ടി സമർപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് വീടെടുത്ത് താമസിച്ച് ഇതിൻ്റെ കാര്യങ്ങളിൽ അതിരാവിലെ മുതൽ വൈകിട്ട് വരെ ഇതിൻ്റെ കാര്യങ്ങളിൽ ദത്തശ്രദ്ധനായിട്ട്
മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഇങ്ങനെയുള്ള 2 പേരുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം നടക്കുന്നത്. ഇപ്പോൾ 2 പേർക്കും നമ്മൾ ഒറ്റയ്ക്ക് കൈയടിച്ചില്ലെങ്കിൽ 2 പേർക്ക് ഒരുമിച്ച് നമുക്കൊരു അഭിനന്ദനം കൊടുക്കാം. അധ്യാപകരെക്കുറിച്ച് ഞാൻ ധാരാളം പറയേണ്ടതില്ല. ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരിവിടെ ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു സന്തോഷം. ജിജോ തീതായച്ചൻ, ഡയറക്ടർ അച്ഛൻ എന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഇവിടേക്ക് ഓടി വരുന്നതിൻ്റെ ഒരു കാരണം ഇവിടെ ആവശ്യമായ സൗകര്യങ്ങൾ, കാര്യങ്ങൾ കൊടുക്കാനും നല്ല രീതിയിൽ വ്യക്തികളെ സ്വീകരിക്കാനും നിങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കാനും കുട്ടികൾക്ക് പ്രത്യേകിച്ച് അധ്യാപകരുടെ ശൈലി തന്നെ വളരെയേറെ ഉപകാരപ്രദമാണ്. അപ്പം അങ്ങനെ നല്ലൊരു അധ്യാപകരുടെ ടീം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. എല്ലാ അധ്യാപകരെയും അതുപോലെ തന്നെ PTA പ്രസിഡൻ്റായിരിക്കുന്ന അബ്ദുൾ റഹ്മാൻ സാറിനെ കുറിച്ചും ചെയർപേഴ്സണായിരിക്കുന്ന തൻഷീഹ ഇബ്രാഹിമിനെ കുറിച്ചൊക്കെ പ്രിൻസിപ്പൽ തന്നെ നിങ്ങളുടെ അരികിൽ പറഞ്ഞു കഴിഞ്ഞു. വളരെ നല്ല വ്യക്തികളുടെ ഒരു ടീം വർക്കിൻ്റെ വികസനമാണ് നമ്മളിവിടെ കാണുന്നത്. കുട്ടികളെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നോക്കി നിൽക്കുമ്പോൾ അവർ വളരും. ഇതേ കാര്യമാണ് സെൻറ്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നു, ധാരാളം കുട്ടികൾ വന്നു ചേരുന്നു, അവർക്ക് സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങളുണ്ട്. ഈ കോളേജിൻ്റെ പേരിലുള്ള ചാനൽ തന്നെ ഈ കോളേജുകാർ മാത്രമല്ല മറ്റു പല കോളേജിലെ സ്റ്റാഫ് അംഗങ്ങളടക്കം അവർ സബ്സ്ക്രൈബ് ചെയ്യാനും അത് ഉപകാരപ്പെടുത്താനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് ഈ കോളേജിൻ്റെ ഒരു മഹിമ തന്നെയാണ്. ഇനി ഇവിടേക്ക് പഠിക്കാൻ വന്നിരിക്കുന്നവരോട് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പല രീതിയിൽ പഠിക്കാം. ഞാൻ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചൊരു രീതി ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. തൻ്റെ ആശ്രമത്തിൽ പഠിക്കാനായിട്ട് വന്ന ശിഷ്യന്മാരോട്, ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ MCOM പഠിക്കാൻ വന്നവരെ പോലെ തന്നെ ചുരുങ്ങിയ നമ്പർ ശിഷ്യന്മാരാണ് ഗുരുകുല സമ്പ്രദായത്തിലുണ്ടാകുക. അപ്പോൾ അതിൽ തൻ്റെ ശിഷ്യന്മാരോട് ഗുരു പറഞ്ഞു, ആശ്രമത്തിന് മുൻപിൽ നിൽക്കുന്ന മരത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം. അപ്പോൾ അവരതിന് തയ്യാറായി. ഒരു മാവാണ് അവിടെ നിൽക്കുന്നത്. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് എന്നോട് പറയും. ഒരാളുടെ പഠനം പെട്ടെന്ന് കഴിഞ്ഞു. അയാൾ തിരിച്ചു വന്നു, ആ ശിഷ്യൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു 22,500 രൂപ. എന്താണ് കാര്യം? ആ മാവിൻ്റെ വിറ്റാൽ ലഭിക്കുന്ന വിലയാണ് അവൻ പറയണത്. വേറൊരു ശിഷ്യൻ വന്നിട്ട് എന്തു പറഞ്ഞു? 1 വർഷത്തേക്ക് ആശ്രമത്തിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള വിറക് കിട്ടും ഇത് വെട്ടിയാൽ. മൂന്നാമത്തെ ശിഷ്യൻ വന്ന് പറഞ്ഞത് എന്താണ്? കണ്ണിമാങ്ങയായിരിക്കുമ്പോൾ പറിച്ച് അച്ചാറത്തിലിട്ടാൽ ഇത്രയും കാശ് കിട്ടും, ഇത് മാമ്പഴമായിട്ട് ഉപയോഗിച്ചാൽ ഇത്രയും പണം കിട്ടും. ഇങ്ങനെയുള്ള പല വിശദീകരണങ്ങളാണ് ഓരോ ശിഷ്യന്മാരും വന്ന് പറഞ്ഞത്. ഗുരു സംതൃപ്തനായില്ല. ഗുരു എല്ലാ ശിഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഈ മാവിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ്? ഇത് വിറ്റാൽ നമുക്കെത്ര പണം കിട്ടുമെന്നുള്ളതല്ല, ഇതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം എന്ന് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്, മറിച്ച് ഇതിൽ എത്ര സൂക്ഷ്മജീവികൾക്ക് ജീവിക്കാനാകും, ഇത് എത്ര പക്ഷികൾക്ക് അഭയമാകാനായിട്ട് സാധിക്കും, ഇത് എത്ര മൃഗങ്ങൾക്ക് സംരക്ഷണമേകും, ഇത് എത്ര മനുഷ്യർക്ക് തണലേകും, ഇത് എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ നമുക്ക് നൽകും, മണ്ണൊലിപ്പ് ഇത് എങ്ങനെ തടയും, കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ഈ മരത്തിനുള്ള പങ്കെന്താണ്? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. മാവിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ 22,500 രൂപ മാവ് വിറ്റാൽ കിട്ടുമെന്നുള്ളത് മാത്രമല്ല ആ പഠിപ്പ്. നിങ്ങൾ MCOM പഠിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് ഞാൻ നെറ്റിലൊന്ന് സെർച്ച് ചെയ്തു. എന്താണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ? ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നാഷണൽ ഡെവലപ്മെൻറ്റ്. എനിക്കെന്ത് കിട്ടും, ജോലി കിട്ടും എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാവി വളരെ പ്രത്യേകമായിട്ട് PG പഠിക്കുന്ന, റിസർച്ചുകൾ നടത്തുന്ന ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ കൈകളിലാണ്. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇണങ്ങുന്ന സൗകര്യങ്ങൾ ഈ കോളേജ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിറ്റാൽ, ഈ മാവ് വിറ്റാൽ എന്ത് കിട്ടുമെന്നുള്ളത് മാത്രമല്ല, എത്ര സൂക്ഷ്മാണുക്കൾക്ക് ജീവിക്കാൻ, എത്ര പക്ഷികൾക്ക് അഭയമാകാൻ, എത്ര മൃഗങ്ങൾക്ക് സംരക്ഷണമേകാൻ, എത്ര മനുഷ്യർക്ക് തണലാകാൻ, മണ്ണൊലിപ്പ് തടയാൻ, പ്രകൃതിയെ സംരക്ഷിക്കാൻ, ഓക്സിജൻ ലഭിക്കാൻ നിരവധി കാര്യങ്ങൾ ഈ മരം ഉപകാരപ്പെടുമെന്ന് പഠിക്കുന്നത് പോലെ
നിങ്ങൾ പഠിക്കുന്ന കോമേഴ്സ് കൊണ്ട് നിങ്ങൾക്കൊരാൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, അനേകർക്ക് ജോലി നൽകാനും ഗവേഷണങ്ങൾ നടത്താനും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുന്ന ഒരു ശൈലിയിലാണ് നമ്മളിവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പഠനത്തോടൊപ്പം തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളും നിങ്ങൾക്കിവിടെയുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുന്നു, ഇറ്റ് മീറ്റ്സ് ദ ലേണിംഗ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ പഠിക്കാനായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ, സ്വപ്നത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിനുള്ളൊരു അവസരം കൂടിയിട്ടാണ് ഇതുപോലെയുള്ള പഠനങ്ങൾ. അതോടൊപ്പം തന്നെ ഇറ്റ് എക്വിപ്സ് ദ ഇൻഡിവിജ്വൽസ് ടു മേക്ക് യൂസ് ഓഫ് ദെയർ ബെസ്റ്റ് ടാലൻറ്റ്സ്. ഏറ്റവും നല്ല രീതിയിൽ തങ്ങളുടെ കഴിവുകൾ സർഗാത്മകമായിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കൂടിയിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒന്നാണ് ഹയർ എഡ്യൂക്കേഷൻ. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ആരംഭിക്കുന്ന ഈ ഹയർ എഡ്യൂക്കേഷൻ, വളരെ പ്രത്യേകമായിട്ട് PG കോഴ്സ്, ഞാൻ വായിച്ചിട്ടുള്ളൊരു വാചകം ഇങ്ങനെയാണ്, ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തും. എന്നാൽ ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്ന് കൂടിയിട്ട് വായിക്കേണ്ടതായിട്ടുണ്ട്. 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ലഭിച്ച റാങ്കുകളെക്കുറിച്ച് ഓർത്ത് ആനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഡിഗ്രിക്കും ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള PGക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കുകൾ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകട്ടെ. ഏതെങ്കിലും കാരണത്താലോ 1-ലോ 2-ലോ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനുള്ളൊരു സമയം കൂടിയിട്ടാണ് ഈ PG കോഴ്സ്. ബഹുമാനപ്പെട്ട ജിജോ അച്ഛൻ്റെയും അതുപോലെ തന്നെ ഡോക്ടർ PT ജോസിൻ്റെയും ഇവിടെയുള്ള ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെയൊക്കെ കൂട്ടായ പരിശ്രമത്തിൽ നന്നായി നടക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട്, ഏറ്റവും നല്ല രീതിയിൽ നാഷണൽ ഡെവലപ്മെൻറ്റിന് ഉതകുന്ന രീതിയിൽ നിങ്ങളിലുള്ള ഏറ്റവും നല്ല കഴിവുകൾ പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ഈ സെൻറ്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ അഭിമാനമായിട്ട് മാറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ എന്നും ഓർമ്മിക്കപ്പെടുന്നതാണ് ഫസ്റ്റ് ബാച്ച് എന്നും അഭിമാനിക്കത്തക്കതായിട്ടുള്ള ഓർമ്മകളുള്ളതാണ്. കാരണം വളരെ അടുത്ത് നിങ്ങൾക്ക് അധ്യാപകരായിട്ട് ഇടപഴകാനായിട്ട് സാധിക്കും. ഒത്തിരിയേറെ ഓർമ്മകൾ പുതുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് ഫസ്റ്റ് ബാച്ചിലെ വർഷം. നന്നായിട്ട് ആരംഭിക്കാൻ നിങ്ങൾക്കാകട്ടെ. പ്രത്യേകിച്ച് സെൻറ്റ് ജോസഫിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആരംഭിക്കുന്ന പഠനം ഏറ്റവും നല്ല രീതിയിലാകട്ടെ. സെൻറ്റ് ജോസഫിൻ്റെ പ്രത്യേകത സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുക മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് കൂടിയിട്ട് ചിറക് കൊടുത്തവനാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾ പഠിക്കുന്ന MCOM നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പഠനം മാത്രമല്ല, കുടുംബത്തിനും നാടിനും വളരെ പ്രത്യേകമായിട്ട് നാഷണൽ ഡെവലപ്മെൻറ്റിന്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് ഈ സ്ഥാപനത്തിലുള്ള നിങ്ങളുടെ പഠനം ഉപകരിക്കട്ടെ. നിങ്ങൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം സംസാരിക്കാനും ഇവിടെയുള്ളവർ നിങ്ങളെക്കുറിച്ച് അഭിമാനപൂർവ്വം സംസാരിക്കാനും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഈ MCOM PG കോഴ്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു.
കുട്ടികൾ ഓരോരുത്തരായിട്ട് വന്ന് അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള വിളക്കൊന്ന് കത്തിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. ടീച്ചേഴ്സ്, നമ്മുടെ എം.കോം സ്റ്റുഡൻസിനെ ബ്ലെസ് ചെയ്യാനായിട്ടുള്ളവർ ഒന്ന് വേദിയിലേക്ക് വരിക. ടീച്ചേഴ്സ് ഒന്ന് കുട്ടികളെ ബ്ലെസ് ചെയ്യാനായിട്ട് വരിക. പ്ലീസ് കം ഫോർവേഡ്. ബ്ലെസ് ചെയ്യാം. ഓരോ കുട്ടികളും ബ്ലെസ് ചെയ്യാം. ഒരാളെ ഒരാൾ പ്ലസ് ചെയ്യും അവരോട് ചെഞ്ഞാൽ Freshers. Excellence is not being the best, it is doing your best. I think the right person for the above said quote is our most respectful Reverend Father Jijoti Taisiamai, our director, for his message. I invite him. Welcome, Father. എത്രയും സ്നേഹം നിറഞ്ഞ മാനേജർ അച്ഛ, ഫാദർ ആൻ്റണി വേലത്തിപ്പറമ്പിൽ, ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ പി.ടി. ജോസ്, നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള PTA പ്രസിഡൻറ്റ് മിസ്റ്റർ അബ്ദുൾ റഹ്മാൻ, ചെയർപേഴ്സൺ മിസ് തൻസീഹ, നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് HOD മിസ് നീന പ്രിയദർശിനി, കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ രഞ്ജി ജോസഫ് സാർ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളായ M.Com സ്റ്റുഡൻസ്, അവരുടെ മാതാപിതാക്കളെ, മറ്റ് സ്റ്റാഫ് അംഗങ്ങളെ, സപ്പോർട്ടിംഗ് സ്റ്റാഫ് അംഗങ്ങളെ, വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ ഞാൻ നിൽക്കുക. പല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ M.Com സ്റ്റുഡൻസിൻ്റെ എൻട്രി തന്നെയാണ്. ഒരുപക്ഷെ ഈ കോളേജ് അനുഗ്രഹിക്കപ്പെട്ടത് നിങ്ങളുടെ വരവിലൂടെയാണ്. ആദ്യമായിട്ടൊരു PG പ്രോഗ്രാം തുടങ്ങുന്നു. അതിൻ്റെ പൈനിയേഴ്സായിട്ട്, ഫസ്റ്റ് ബാച്ചായിട്ട് നിങ്ങൾ വന്നിരിക്കുന്നു. വളരെ അനുഗ്രഹമായ ഒരു നിമിഷമായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ച്, ഞാനും പ്രാർത്ഥിച്ച്, തിരിതെളുത്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രകാശം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. നിങ്ങൾ ആ പ്രകാശം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നമ്മളൊരു പക്ഷേ M.Com പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ കുട്ടികളെ ഡിഗ്രി പഠിച്ചു, അവനോ അവളോ ഡിഗ്രി പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്തായിരിക്കാം? നിങ്ങൾ BA പഠിച്ചോ, BCom പഠിച്ചോ, BSc പഠിച്ചോ എന്നൊന്നുമല്ല. വീട്ടിലെ അമ്മമാരുടെ അടുത്ത് ഉമ്മമാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡിഗ്രി പഠിച്ചിട്ടുണ്ട്, കുറച്ചുകൂടി കാര്യഗൗരവമുണ്ട്, വിവരമുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്, അല്ലേ? കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വിലയിരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി അവൾ MA ആണ്, MCom ആണ്, അവൻ MCom ആണെന്നൊക്കെ പറയുമ്പോൾ ആ ഗ്രേഡിലൊരു വ്യത്യാസമുണ്ട്. ഒരു ഡിഗ്രി പഠിച്ച ഒരാളെക്കാളും ഒരു MCom പഠിച്ച മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും നിങ്ങളെ കാണുന്ന ഒരു വീക്ഷണമുണ്ട്, അല്ലേ? വളരെ പക്വമായ തീരുമാനങ്ങൾ എടുക്കുന്ന, കുറച്ചുകൂടി ഗ്രേഡ് എവിടെ ആയാലും നിങ്ങൾ പറയുന്നതിനൊരു വിലയുണ്ട്. ഇനി അത് വളരെ ഷുവറാണ്. എവിടെ ചെന്നാലും, ഏത് കമ്മ്യൂണിറ്റി ചെന്നാലും MCom ആണ് അല്ലെങ്കിൽ MA ആണ് എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൻ്റെ ഏത് തലത്തിലായാലും. ഇവിടെ തന്നെ നമ്മുടെ കോളേജിൽ തന്നെ മറ്റു കുട്ടികളുടെ ഇടയിൽ ഇനിയുള്ളത് നിങ്ങൾക്കുള്ളതൊരു വലിയൊരു ലീഡർഷിപ്പിൻ്റെ പൊസിഷനുണ്ട്. നിങ്ങളെടുക്കുന്ന നിലപാടുകൾ, നിങ്ങൾ പറയുന്ന വാക്കുകൾ, അതൊക്കെ കേൾക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് ഇവിടെ. ഇപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അധികം പേര് നമ്മുടെ ഒപ്പം ഇല്ല. പക്ഷേ ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ നമ്മൾ ക്ലാസ് തുറന്നു കഴിയുമ്പോൾ നിങ്ങളുടെ റോള് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഇവിടുത്തെ സ്റ്റാഫിനുള്ള അതേ റോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്കും നൽകപ്പെടുന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ സെയിൻറ്റ് ജോസഫ് സ്റ്റാഫിനെ കുറിച്ച് 2 വാക്ക് ഞാൻ ഇത്തിരി കൂടി ക്യാമറ നോക്കി പറയാനുള്ള ഒരു സന്തോഷമുള്ളത്, നമ്മൾ ഈ വർഷം ഓൺലൈൻ ക്ലാസ് തുടങ്ങി. ഞാൻ ഇന്നലെ വെറുതെ അനലിറ്റിക്സ്, യൂട്യൂബ് ചാനലിൻ്റെ അനലിറ്റിക്സ് ഒന്ന് എടുത്തു നോക്കി. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ പോകുന്നത്, ഇവിടെ കൂടുതലും പോകുന്നത് യൂട്യൂബ് ചാനലിലൂടെ മെയിൻ ക്ലാസ്സുകൾ, പിന്നെ ഇൻട്രാക്ഷൻ വാട്സപ്പോ അല്ലെങ്കിൽ സൂം ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം എടുത്തിട്ട്, ഇൻട്രാക്ഷൻ പ്ലാറ്റ്ഫോം എടുത്തിട്ടാണ് ഇൻട്രാക്ഷൻസ് നടന്നു പോകുന്നത്. എല്ലാ ടീച്ചേഴ്സും തന്നെ സെഞ്ച്വറി അടിച്ചവരാ എന്ന് പറഞ്ഞാൽ 100 ക്ലാസ്സെങ്കിലും മിനിമം അപ്ലോഡ് ചെയ്തു. നമുക്ക് ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് ഈ വർഷം ഉണ്ടായിരുന്നത് 115-നടുത്ത് 100 വർക്കിംഗ് ഡേയ്സാണ് ആവറേജ് ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ടീച്ചേഴ്സും ഒരു വീഡിയോ വെച്ചെങ്കിലും ഒരു ദിവസം ചെയ്തിട്ടുണ്ട്, 45 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 40 മിനിറ്റിൻ്റെ. എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ് ക്ലാസ് എടുക്കുകയും അത് എഡിറ്റ് ചെയ്യുകയും ചിലവരത് വീണ്ടും റീടേക്ക് ചെയ്യുകയും, ചിലപ്പോഴൊക്കെ ഓഡിയോ ഓഫായി പോവും, വീഡിയോ ഇല്ലാതെ വരും, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ തരണം ചെയ്ത് മനോഹരമായിട്ട് എഡിറ്റ് ചെയ്ത് അവർ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ റിയലായിട്ടുള്ള വശം, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ഒരു ബാച്ച് എത്ര പേരുണ്ടാവും? നമുക്ക് ടോട്ടൽ ഒരു ബാച്ചിൻ്റെ സീറ്റ് 45,000-നും 50,000-നും ഇടയ്ക്കാണ്. ഈ വർഷമാണ് അത് കൂട്ടിയത്. ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ഒരിക്കലും 10,000 വരില്ല, കൂടി വന്ന 3,000 പേരുണ്ടാവും. നമ്മളൊരു ടീച്ചറുടെ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കിയതാണ്, അതായത് ഇന്നലെ 10,000 കഴിഞ്ഞു വ്യൂവേഴ്സ്. എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അല്ല കണ്ടിരിക്കുന്നത്. മാത്രമല്ല 10,000 ഇംഗ്ലീഷ് സ്റ്റുഡൻസ് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാക്സിമം ഉണ്ടാകാൻ പോകുന്നത് 3,000 ആണ്. MGയും കേരള യൂണിവേഴ്സിറ്റിയിലും കുട്ടികൾ കാണാതെ, അല്ലെങ്കിൽ പുറത്ത് വേറെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ കാണാതെ ഇത്രയും നമ്പർ എത്തില്ല. പിന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്ത കുട്ടികളുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും വ്യൂവേഴ്സ് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഓരോ വീഡിയോയ്ക്കും ഉണ്ട്. ആവറേജ് ഒരു 1000-2500 വീഡിയോസ് കുട്ടികൾ കാണുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഇവിടെ ഉള്ളത്, നമ്മുടെ കോളേജിലുള്ളത്, ഇംഗ്ലീഷിന് ഒരു ബാച്ചിൽ നമുക്കുള്ളത് മാക്സിമം 50 പേരാണ്. കൊമേഴ്സിനാണെങ്കിൽ നമുക്ക് 100-150 ഇടയ്ക്കാണ് കിട്ടുന്നത്. ആരുടെയും കാണുന്നത് കുട്ടികൾ ഈ ടീച്ചേഴ്സിൻ്റെ ചാനൽ കാണുന്നത് 150 താഴെയല്ല, അതിനേക്കാൾ മുകളിൽ തന്നെയാണ്. അപ്പം അത്രയും റീച്ചിൽ അത്രയും കുട്ടികൾ വിദ്യ നേടുന്നതിന് വേണ്ടി നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഉപയോഗിക്കുന്നു. എനിക്കതിൽ ഒരുപാട് അഭിമാനമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാ ടീച്ചേഴ്സിനും എല്ലാവരുടെയും പേരിൽ, ഇവിടെ കൂട്ടിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കാം. ഇത്രയും നമ്പർ ഓഫ് വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് നിങ്ങൾ അതിന് എടുത്ത പെയിൻ, അതിനെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു എഫേർട്ട്, ഒത്തിരി സന്തോഷം, ഒത്തിരി അഭിമാനമുണ്ട് നിങ്ങളുടെ അടുത്ത് അങ്ങനെ നിൽക്കുന്നതിൽ, അത് പറയുന്നതിൽ. ഒരുപക്ഷെ നിങ്ങളിനി ആസ്വദിക്കാൻ പോകുന്നതും ആ സ്നേഹവും ആ കൂട്ടായ്മയും തന്നെയാണ്. ഈ കോളേജിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റ് സ്റ്റുഡൻ്റ് തന്നെ, യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഏറ്റവും ആദ്യം ടീച്ചേഴ്സിനെയൊക്കെ മറ്റു കോളേജിൽ നിന്ന് വരുന്നവരൊന്നും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുമ്പോൾ അവരുടെ മനസ്സിലെപ്പോഴും ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഉണ്ട്. ടീച്ചേഴ്സ് ഒരു സൈഡ്, സ്റ്റുഡൻസ് മറ്റു സൈഡ്. ആ ഒരു സ്പിരിറ്റ് വിട്ടിട്ട് നമ്മുടെ ഇവിടെ കടന്നു കഴിഞ്ഞ് 2-3 മാസത്തിനുള്ള അവർക്ക് മനസ്സിലാവും ഇവിടെ ഒരു പക്ഷമേ ഉള്ളൂ, ഭരണപക്ഷം മാത്രമേ ഉള്ളൂ.
സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കുടുംബം പോലെ ജീവിക്കേണ്ടവരാണ് എന്നുള്ള ബേസിക് ഫിലോസഫിയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ഘടകം സ്റ്റുഡൻസാണ് ടീച്ചേഴ്സിനേക്കാളും. ടീച്ചേഴ്സ് വേണമെങ്കിൽ മാറ്റപ്പെടാം, കുട്ടികൾ മാറില്ല. അത്രയും പ്രയോറിറ്റി സ്റ്റുഡൻസിന് ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ സെൻറ്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പതിച്ച് നൽകുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനെ നിങ്ങളും ആ സ്നേഹത്തിൽ തന്നെ ഉൾക്കൊള്ളുക. നമുക്കിവിടെ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത അധികം പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം ഏകദേശം 90% പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം. വെറുതെ റിയാക്ട് ചെയ്തുകൊണ്ടൊന്നുമല്ല, നമുക്ക് സംസാരിക്കാം. വീട്ടിലായാലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാം, പക്ഷേ നമ്മൾക്ക് കുറവുകളില്ലാതില്ലല്ലോ. എല്ലാവരും വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും ആവശ്യത്തിന് കുറവുകളും ബുദ്ധിമുട്ടുകളൊക്കെ. പക്ഷേ നിങ്ങൾ സംസാരിക്കണം, ആവശ്യമുള്ള പരമാവധി പരിഹരിക്കാവുന്നതൊക്കെ നമ്മൾ പരിഹരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങളിവിടെ വന്നു, നമ്മുടെ കോളേജിൽ പ്രവേശനം ലഭിച്ചു. ഒരാൾക്ക് മാത്രം അറിയാം, മറ്റുള്ളവർക്ക് അധികം അറിയില്ല. ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യാം. ഒരു ടീച്ചറിനെ കുറിച്ചാവാം, ക്ലാസ്സിനെ കുറിച്ചാവാം, മറ്റ് ഫെസിലിറ്റീസ് അവൈലബിലിറ്റീനെ കുറിച്ചാവാം. സംസാരിക്കൂ. നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമാണെങ്കിൽ നമ്മൾ പരിഹരിച്ചിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ ബാച്ചിന്. കാരണം ആദ്യത്തെ ബാച്ചാണ്. നിങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റീസ് മാക്സിമം അറേഞ്ച് ചെയ്യാൻ. നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ ധൈര്യമായിട്ട് സംസാരിക്കാം. ഡയറക്ടർ എന്ന മുറിയിൽ ഞാനിരിക്കുന്നുണ്ടാവും. അതിനേക്കാളും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളിപ്പോൾ ഇതിനുള്ള അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. സാറ് വളരെ വ്യക്തമായും ക്ലിയറായിട്ടും പറഞ്ഞു തരുന്നതാണ് ഓരോ കാര്യത്തെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസും. അതുപോലെ തന്നെ നിങ്ങളുടെ കോർഡിനേറ്റർ രഞ്ജി സാറ് ഒരുപാട് സ്നേഹമുള്ള മനുഷ്യനാണ്. സാറ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം അല്ലേ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ക്യാമ്പസിലേക്ക് വരുമ്പോൾ നോക്കുമല്ലോ, കുട്ടികൾ ഇഷ്ടപ്പെടാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റ്. നമ്മുടെ ക്യാമ്പസിൽ കയറി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കുട്ടികൾ ഒരു ടീച്ചറെ. രഞ്ജി സാറിനെ എനിക്ക് കണ്ടിട്ടുള്ള ഏറ്റവും സന്തോഷം, ഒരു കുട്ടിയുടെ അടുത്ത് പോലും ഇന്നേ വരെ ഒരു കടുപ്പിച്ച് പറയേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടില്ല. മറിച്ച് ഏറ്റവും സീരിയസ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു സാറും കൂടി രഞ്ജി സാർ. അത് വളരെ സൗമ്യമായിട്ട് മാന്യമായിട്ട് സംസാരിച്ച് അതിനുത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ചുരുക്കത്രേ ഉള്ളൂ. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല, ഒറ്റപക്ഷമേ ഉള്ളൂ. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കുടുംബത്തെ പോലെ സ്നേഹത്തോടു കൂടി ഒരു വിദ്യാഭ്യാസ കാലഘട്ടം നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങൾ ഈ 2 വർഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മച്യൂരിറ്റിയുള്ള നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ്. ഓഫ് കോഴ്സ് ഡിഗ്രി കിട്ടിയിരിക്കണം, യാതൊരു സംശയവുമില്ല. പാസ്സായിരിക്കണം എല്ലാ വിഷയങ്ങളും. അതിനുവേണ്ടി എന്ത് സഹായം വേണോ ചോദിച്ചോളൂ, നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾക്ക് പഠിക്കുന്നതിന് എന്ത് സഹായം വേണോ, ഏത് തരത്തിലൊക്കെ സഹായം വേണോ ചോദിച്ചോളൂ, നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ഇൻ്റഗ്രൽ ഫോർമേഷൻ, അച്ഛൻ പറഞ്ഞ പോലെ ഒരു ഇൻ്റഗ്രൽ ഫോർമേഷൻ നടക്കണം നിങ്ങളിൽ. ഒരു വളർച്ച, ഒരു പക്വത നമ്മുടെ ജീവിതത്തിൽ എവിടെ ചെന്നാലും ജീവിക്കാൻ. കുറേ പേരൊക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതല്ലേ, ആത്മഹത്യയ്ക്ക് ഓടുന്ന ഒരുപാട് മനുഷ്യർ, ടെൻഷൻ, ഡിപ്രഷൻ. അതിൽ നിന്നൊക്കെ മാറി എന്തിനേയും ഫേസ് ചെയ്യാനും ജീവിതത്തെ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ആത്മധൈര്യമൊക്കെ നിങ്ങൾക്ക് ഇവിടുത്തെ 2 വർഷത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടണം. എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ഇപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന ബാച്ച് ഈ വർഷം 3rd ഇയർ കഴിഞ്ഞവർ, ഞാൻ അവരുടെ കൂടെ 3 ദിവസത്തെ ടൂറൊക്കെ പോയി. ഞാൻ അത് കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, ഇവരെ കൂടെ 5 ദിവസത്തെ ടൂർ പോകാൻ എനിക്ക് പേടിയില്ല. കാരണം അവർ അത്ര സ്നേഹപൂർവ്വമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിയതും ഓരോ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതും ബുദ്ധിമുട്ടുകളുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നതൊക്കെ. അത്രയും മച്യൂരിറ്റി അവരിലേക്ക് വന്നു. അതേ മച്യൂരിറ്റി നിങ്ങളിലൂടെ ഈ 2 വർഷത്തെ ഫോർമേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എൻകോമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. സത്യം പറഞ്ഞു ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത് അതാണ്. നിങ്ങളുടെ ഒരു വളർച്ച, ഒരു പൂർണ്ണ വളർച്ച ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആശംസ. അപ്പോൾ ഒരിക്കൽ കൂടി ടീച്ചേഴ്സിന് എല്ലാവർക്കും ഒരു വലിയ അഭിനന്ദനം അറിയിക്കുന്നു. കാരണം ഇത്രയും എഫേർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം LF ഇന്നലെ പോയായിരുന്നു. ഞാൻ 3-4 കോളേജിൽ വെബിനാർ നടത്തിയായിരുന്നു, സെൻറ്റ് മേരീസിലും ചേതനയിലും SH പക്ഷെ അവിടെയൊക്കെ അവർ അസൂയയോടെ കാണുന്നതാണ് നമ്മുടെ ചാനൽ. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി മെയിൻലി, പിന്നെ എടുക്കുന്ന രീതികളും അതിൻ്റെ വ്യൂവർഷിപ്പൊക്കെ. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നതും. അത് നിങ്ങൾ തുടർന്നു പോവുക. പെയിൻ ഉണ്ട്, സാക്രിഫൈസ് ഉണ്ട്, അതൊക്കെ ഇല്ലാതെ പിന്നെ എന്താ ജീവിതം. ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇവിടുത്തെ സപ്പോർട്ടിങ് സ്റ്റാഫായാലും എല്ലാവരും നമ്മളോട് സഹകരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ആരും തന്നെ അതിനെ വേറൊരു രീതിയിൽ, ഇപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയില്ല, ഇപ്പം മിനിമിസായാലും ആരുടെ ആയാലും രഞ്ജി സാറിൻ്റെ ആയാലും ഒരു ഫസ്റ്റ് ഹോം കോളേജും സെക്കൻഡ് ഹോം അവനാൻ്റെ വീടുമായിട്ട് തീർന്നിരിക്കുക. കുറേ പേർക്ക് കോളേജ് സ്വന്തം വീടും മറ്റേത് സെക്കൻഡ് വീടുമായിട്ട് തോന്നുന്ന ഒരു ഫീലിങ്ങിലേക്ക്. അത്രയും ഒരു സൗഹാർദ്ദതയും സ്നേഹവും ഈ സ്ഥാപനത്തോടും കുട്ടികളോടും നിങ്ങളെല്ലാവരും കാണിക്കുന്നുണ്ടെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജാസ്മിൻ മിസ് ഒത്തിരി സന്തോഷം.
അങ്ങനെ എല്ലാവരും ആരും പേരെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും അതിൻ്റേതായ ഒരു കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ എലമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. നിങ്ങളെ സ്നേഹപൂർവ്വം തന്നെ നമ്മുടെ സെൻറ്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെയൊക്കെ റെഡ് റോസ് വന്ന് സ്വീകരിച്ചു, നിങ്ങൾക്കൊരു റെഡ് റോസ് വന്ന് സ്വീകരിക്കാം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുമുണ്ട്. ഞാൻ വെറുതെ പേര് വിളിച്ചോട്ടെ, പേര് അനൗൺസ് ചെയ്യുന്നത് തെറ്റുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ 3 പേര് അവിടെ ഉണ്ടല്ലേ, ജൂനിയേഴ്സ് തന്നെ ഒന്ന് സ്വീകരിക്കട്ടെ. എത്ര പേരുണ്ട് അവിടെ? 3 പേര്. അവർ തന്നെ പൂ നൽകി സ്വീകരിക്കാം. പിന്നെ 2 ടീച്ചേഴ്സ് കൊടുക്കാം. ആരൊക്കെ കൊടുക്കുന്നേ? പ്രീതി മിസ്സും ദിവ്യ മിസ്സും അവർ 2 പേരും ഓരോ പൂ കൊടുക്കാം. അപ്പോൾ ആർക്കൊക്കെ കൊടുക്കാമെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ജിസ്മിക്ക്. ആരാ ജിസ്മിക്ക് പൂ കൊടുക്കുന്നേ? ജിസ്മിക്ക് സ്നേഹപൂർവ്വം നമ്മുടെ സെൻറ്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് സ്വാഗതം. ആഞ്ജ്വലിന് അഷാര എന്നാണോ വിളിക്കുക ഞാൻ? അഷ്ര. പിന്നെ നമ്മുടെ സ്വന്തം നിവിത നമ്മുടെ പ്രീതി മിസ്സിൻ്റെ തന്നെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ അർജുൻ. മറ്റുള്ളവർ സാവകാശം ജോയിൻ ചെയ്യും. 22 തേർഡ് അലോട്ട്മെൻറ്റ് ഇട്ടിരിക്കുന്നത്. M.Com-ൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് 3 പേർക്കാണ് നമുക്ക് ഇനിയും ചാൻസ് ഉള്ളത്. അവർ വരുമായിരിക്കും, മെറിറ്റ് ലിസ്റ്റ് വരും, അത് കഴിഞ്ഞിട്ടുള്ളത് വരും. അപ്പോൾ സ്ലോലി 2-3 പേര് കൂടി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. ഓൾറെഡി 2 പേരും കൂടി ജോയിൻ ചെയ്യാനുണ്ട്. ഒരാൾ ക്വാറൻറ്റൈനിൽ പോയതുകൊണ്ടും പിന്നെ നേരത്തെ പറഞ്ഞല്ലോ അമ്മ മരിച്ചതിൻ്റെ വേറൊരാളും കൂടി. അതുകൂടാതെ ഒരു 3 പേരും കൂടി വരാൻ ചാൻസ് ഉണ്ട് 22 തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് വളരെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. ടീച്ചേഴ്സിനെ ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ കാണുന്നു. ക്രിസ്മസിൻ്റെ ചെറിയൊരു മെസ്സേജും കൂടി പറഞ്ഞിട്ട്, ക്രിസ്മസിൻ്റെ ഒരു സീസണിലാണ് നമ്മൾ അവിടെ ചെറിയൊരു ക്രിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി സ്നേഹപൂർവ്വം ഒരു മധുരമൊക്കെ പങ്കുവയ്ക്കാം, ചെറിയൊരു ഭക്ഷണമൊക്കെ കഴിക്കാം. അതൊക്കെയാണ് ഇന്നത്തെ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്രിസ്മസ് ഒരു കൊച്ചുകുട്ടി ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു സന്തോഷത്തെ ആഘോഷിക്കുന്നതാണ്. ഒന്നും പറയണ്ട, ഒന്നും ചെയ്യണ്ട, മറിച്ച് ഞാനായിരിക്കുന്നത് തന്നെ ഒരു സന്തോഷമായി തീരുന്ന ഒരു അവസ്ഥയാണ് ക്രിസ്മസ്. ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ചപ്പോൾ ഒരു ലോകത്തിന് മുഴുവൻ സമാധാനവും സന്തോഷവും കിട്ടിയെന്നുള്ളതാണ്. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മളൊന്നും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല വന്നേ. ഒരു കൊച്ചു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ജനിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ, അത് കൊണ്ടുവരുന്ന പ്രകാശവും വെളിച്ചവും ഒക്കെ. അതാണ് ഒരുപക്ഷെ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. കാലിത്തൊഴുത്തിൽ പിറന്ന ഒരു കൊച്ചു കുഞ്ഞ് ഭൂമിയിലേക്ക് സമാധാനവും സന്തോഷവും കൊണ്ടുവന്ന് തന്നുള്ളതാണ്. രാജാവായി ജനിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചവരുണ്ട് ഒരുപാട് പേര്. അതൊന്നുമല്ല, കീഴടക്കലല്ലോ സന്തോഷം നൽകുന്നത്, ഒപ്പം നിർത്തുന്നതാ, സ്നേഹം നൽകുന്നതാ, സഹനം നൽകുന്നതാ, കരുണ കാണിക്കുന്നതാ, ക്ഷമിക്കുന്നതാ. അവിടെയൊക്കെയാണ് സന്തോഷവും സമാധാനവും ഉണ്ടാവുക. തോൽപ്പിക്കാനും കീഴടക്കാനും ആർക്കും പറ്റും. അവരെ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ അക്ബറിൻ്റെ അശോകൻ്റെയൊക്കെ ചരിത്രം വായിച്ച് പഠിച്ച് പിള്ളേർ ആ പരീക്ഷ എഴുതി കഴിയുമ്പോൾ അത് മറന്നുപോകും. സ്നേഹിച്ചവനും സ്നേഹം കാണിച്ചവനെയും എന്നും ഹൃദയത്തിനുള്ളിൽ കൂടെ ചേർക്കും. അതാ ചരിത്രം അല്ലേ? നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഉറക്കം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അമ്മയെ സ്നേഹപൂർവ്വം നമ്മൾ ചേർത്ത് പിടിക്കപ്പെടും. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി അന്യദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ ഒരുപാട് നേരം കണ്ണീരൊഴുക്കിയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അപ്പനെ സ്നേഹപൂർവ്വം നമ്മൾ ഓർക്കും. അത് തന്നെയാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ഒരു കൊച്ചുകുട്ടി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സമാധാനത്തെയും സന്തോഷത്തെയും നമ്മൾ സ്നേഹപൂർവ്വം ആദരപൂർവ്വം കാണുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു. Thank you, Father, for your excellent message. Now we are moving on to the felicitations. Felicitations is inspiration to others and motivation to whom you are felicitating. To begin with, the parenting care, I invite Mr. Abdul Rahman Sir, our PTA President, for felicitation, who is always with us in every step we take. Welcome, sir. ബഹുമാന്യായ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മാനേജറും ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനവുമായ ഫാദർ ആൻ്റണി വേളത്തിപ്പറമ്പിൽ, നമ്മുടെ ഈ കോളേജിന് വേണ്ടി
അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡയറക്ടർ ഫാദർ ജിജോ തീത്തായ്, ഇവിടെ സ്വാഗതം പറയുകയും ഈ സ്ഥാപനത്തിന് വേണ്ടി അതിൻ്റെ നട്ടലായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ പി.ടി. ജോസ്, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി ചെയർപേഴ്സൺ തസിന ഇബ്രാഹിം, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് HOD നീന പ്രിയദർശിനി, കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്ററായ മിസ്റ്റർ രഞ്ജി ജോസഫ്, പിന്നെ ഇവിടെ അഡ്മിഷൻ പുതുതായിട്ട് ആദ്യത്തെ ബാച്ചിൽ ഇവിടെ ജോയിൻ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ പുതിയ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, മറ്റ് തന്നെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ സന്തോഷകരമായ ഒരു ദിനമാണ്. വളരെ ചെറുതായിട്ടാണെങ്കിൽ കൂടെ വളരെ ഈ കോളേജിൻ്റെ പുതിയ ഒരു സ്റ്റെപ്പിലേക്ക്, ഇതിൻ്റെ വളർച്ചയുടെ പുതിയൊരു സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു നിമിഷം എന്തുകൊണ്ടും വളരെ സൗഭാഗ്യം നിറഞ്ഞ വളരെ സന്തോഷമായൊരു ദിവസം തന്നെയാണ്. അതിൽ പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ സന്തോഷം ഇതിൻ്റെ വളർച്ചയുടെ അഭിമാനം ഈ കോളേജിനോ അല്ലെങ്കിൽ സ്റ്റാഫിനോ മാത്രമല്ല, ഈ പാർട്ടിയുടെ ഈ ദേശത്തിന് തന്നെ അതൊരു അഭിമാനമാണ്. അത് പ്രത്യേകം ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇവിടുത്തെ നമ്മുടെ ഇന്നത്തെ പ്രതിസന്ധികളൊക്കെ എല്ലാവർക്കും അറിയാം. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ കോളേജിന് വേണ്ടി നേടിയെടുക്കാൻ കഴിഞ്ഞ വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സിമൈ സഭക്കും നമ്മുടെ ഡയറക്ടർ അച്ഛനും മാനേജർ അച്ഛനും പ്രിൻസിപ്പളിനൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാം. എങ്കിലും അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ ഒരു അവസരം ഈ കോളേജിന് ലഭ്യമായതിൽ. നമ്മുടെ ഇന്നത്തെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടിരിക്കുന്ന സഭയാണ് ഈ CMI സഭ എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ നാടിൻ്റെ ജനങ്ങളുടെ പുരോഗതിയും ഈ നാടിൻ്റെ നന്മയും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി അധികം വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഈ സഭയ്ക്ക് ഹൃദയമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി കൂടുതൽ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ പ്രിൻസിപ്പൾ അച്ഛനും അതുപോലെ തന്നെ ഡയറക്ടർ അച്ഛനും മാനേജറൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങളാണ്. നമ്മുടെ വളരെ ചെറിയ വാക്കിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനി വളരെ ഒരാഴ്ച മാത്രമാണ് നമുക്ക് ക്രിസ്മസിനായിട്ട് ഉള്ളത്. അപ്പോൾ ഈ ക്രിസ്മസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വളരെയധികം ഇതിലൊക്കെ ആഘോഷിച്ചു. ഇപ്രാവശ്യം നമുക്ക് അതിന് സാഹചര്യമില്ല ഇപ്പോഴത്തെ അവസ്ഥകൾ കൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടും എല്ലാവർക്കും ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Next, I invite the bold and beautiful Ms. Tansiha Ibrahim, a college union chairperson, for felicitation. Respected Reverend Father Anthony, Dr. P.T. Jose, Father Jijo Tithai, PTA President Mr. Abdul Rahman, English Department HOD Neena Miss, Commerce Department Coordinator Mr. Ranjit Sir, teachers and all other non-teaching staffs, a warm good morning to all. ഇത്രയും കാലം UG ലെവലിൽ നിന്നിരുന്ന നമ്മുടെ കോളേജ് ഇപ്പോൾ PG ലെവലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൽ ആദ്യമായി തന്നെ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് നല്ല രീതിയിൽ ആശംസ പറയാനുള്ളത് നമ്മുടെ പ്രിൻസിപ്പൽ സാറിനോടും ഫാദറിനോടും കൂടിയിട്ടാണ്. കാരണം അവരുടെ ഇപ്പോൾ ഞാൻ ഈ കോളേജിൽ വന്നിട്ട് ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ്. അപ്പോൾ കഴിഞ്ഞു പോയ 2 വർഷവും അവർ തമ്മിലുള്ള നല്ലൊരു ബോണ്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അവരുടെ ഒരു ഹാർഡ് വർക്കിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമുക്കിന്ന് ഇവിടെ ഒരു PG കോഴ്സ് കിട്ടിയിട്ടുള്ളത്.
അടുത്തതായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ പി ജിയിൽ ഫസ്റ്റ് ബാച്ചായിട്ടുള്ള അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്റ്റുഡൻസിനോടാണ്. വേറെ ഒന്നുമല്ല, നിങ്ങളെയും കാത്തിരുന്നിട്ട് ഇവിടെ കുറേ ടീച്ചേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കാരണം നമ്മളിൽ ഒരാളായിട്ടാണ് അവർ നമുക്ക് എപ്പോഴും ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സിനതിലുപരി അവരെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുക, അവരെ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു കോളേജ് ലൈഫ് ഇവിടുന്ന് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വരും വർഷങ്ങളിൽ ഇപ്പോൾ നമുക്ക് എം.കോം കിട്ടിയ പോലെ MA-യും അതോടൊപ്പം MBA ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. Thank you, dear Tansiha. Next, I invite Mrs. Neena Priyadarshini, HOD English, for felicitation, who always have a sweet smile on her lips and fire in her eyes. Welcome, ma'am. Thank you, Legimus. Respected, revered Father Anthony Velkil Parambal, Manager, CMI, our Director, Reverend Father Jijoti Tai, Principal, Dr. P.T. Jose, PTA President, Mr. Abdul Rahman, Coordinator, Department of Commerce, Mr. Renji Joseph, Chairperson, Tansiha Ibrahim, dear parents, colleagues, and my dear students, a beautiful morning to all of you. I'm here on behalf of the Department of English to felicitate the occasion. It is indeed a day of immense pride and honor for the St. Joseph family. Now that we have attained the postgraduate status, we have made our way from an infant to that of a teenager. Hopefully, by next year, with the coming of MA, we shall mature to early adulthood and, of course, a lot more to achieve. I, on behalf of the Department of English, wish all the faculty of the Department of Commerce and the new M.Com batch the very best. I also take this opportunity to congratulate the management for their undying efforts to achieve this goal. Our coordinator, Dr. Shirley MD, sends her regards and wishes to you. She couldn't make it due to personal inconvenience. Let me conclude by wishing the Department of Commerce and its students the very best once again. Thank you. Thank you, Neena ma'am. So we are coming to the end of the program. The essence of all beautiful art is gratitude. Yes, I would like to invite Mr. Renji Joseph, Coordinator of Commerce Department, who has proven that leadership is an action, not a position. Welcome, sir. Good morning, all of you. Respected Manager, Father Anthony Velkil Parambal, our Director, Father Jijoti Tai, our Principal, Dr. P.T. Jose sir, PTA President Abdul Rahman sir, Chairperson Tansiha Ibrahim, English Department HOD Neena Miss, പ്രിയ രക്ഷിതാക്കളെ, ഇന്നത്തെ താരങ്ങളായിട്ടുള്ള M.Com വിദ്യാർത്ഥിനികളെ, ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും തന്നെ പുതിയ ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരട്ടെ. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസമാണിന്ന്. കാരണം PG ഡിപ്പാർട്ട്മെൻറ്റ് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ക്യാമ്പസിനും അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ടാകും. കാരണം ഇതുവരെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ UG ഫൈനൽ ഇയേഴ്സ് ആയിരുന്നു.
ഇപ്പോൾ അത് ചേട്ടന്മാരും ചേച്ചിമാരായിട്ട് MCOM സ്റ്റുഡൻസാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു മെച്യൂരിറ്റി ക്യാമ്പസിലും ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് PG സ്റ്റുഡൻസാണ്. 2 വർഷം കൂടിയൊക്കെ കഴിഞ്ഞാൽ ടീച്ചിങ് പ്രൊഫഷനിലേക്കൊക്കെ കടന്നു വരുന്ന കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റിനോടും ടീച്ചേഴ്സിനോടും വളരെ അടുത്ത് ഇടപഴകുന്നതിനും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടിവിറ്റീസിലൊക്കെ തന്നെ ടീച്ചേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനും മറ്റ് നമ്മുടെ UG വിദ്യാർത്ഥികൾക്ക് വേണ്ട നല്ല ഡയറക്ഷൻസ് കൊടുക്കുന്നതിനൊക്കെ വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ടർ അച്ഛൻ സ്പീച്ചിൻ്റെ സമയത്ത് പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ കോളേജിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഇവിടുത്തെ VIPs എന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ ഡയറക്ടർ അച്ഛനായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പലായാലും തന്നെ ഒരുക്കി തരുന്നതാണ്. അത് ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് അത്തരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ച് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കി വേണം കുട്ടികൾ എന്ത് ചെയ്യാൻ, 2 വർഷം കഴിഞ്ഞ് പടിയിറങ്ങിപ്പോകാൻ. സാറ് പറഞ്ഞു മിനിമം 60% മാർക്ക് വാങ്ങണം, 100% പാസ് പെർസെൻറ്റേജ് വേണം, എല്ലാവരും തന്നെ പാസ്സാകണം. അതിനോടൊപ്പം തന്നെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് വേണം കുട്ടികൾ ഇറങ്ങിപ്പോകാൻ. മനസ്സിലായല്ലോ? എല്ലാ രീതിയിലും. അപ്പോൾ നമുക്കറിയാം PG സ്റ്റുഡൻസിന് സ്വാഭാവികമായിട്ടും ടീച്ചിങ് എബിലിറ്റി വേണം, മറ്റ് റൈറ്റിംഗ് എബിലിറ്റീസ് വേണം. എല്ലാ രീതിയിലും കുട്ടികൾക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് വേണം കുട്ടികൾ പുറത്തേക്ക് പോകാൻ. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീമിൽ നിന്നാണ് നമ്മുടെ പ്രിൻസിപ്പൽ ജോസ് സാറിന് ഡോക്ടറേറ്റുള്ള സാറാണ്. നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോർഡിനേറ്റർ വിമല കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ടീച്ചറാണ്. വേറെ സണ്ണി സാറുണ്ട്, സാറും റിട്ടയർഡ് പ്രൊഫസറാണ്, ഡോക്ടറേറ്റുള്ളവരുണ്ട്. അപ്പോൾ കുട്ടികളുടെ എയിം എന്ന് പറയുന്നത് ചെറിയ എയിം ആയിരിക്കരുത്. കുട്ടികൾ PG പഠിച്ച് പുറത്ത് പോകുന്നതിന് മുൻപായിട്ട് ഹയർ സ്റ്റഡീസിന് മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും തന്നെ ദൂരീകരിക്കാൻ വേണ്ടി, സംശയങ്ങളെല്ലാം തന്നെ തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും അധ്യാപകരൊക്കെ നമ്മുടെ കോളേജിലുണ്ട്. അത് ഫലപ്രദമായി കുട്ടികൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ അച്ഛൻ പറഞ്ഞു, നമുക്കിവിടെ ഡയറക്ടർ അച്ഛനും എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ റൂമിലുണ്ടായിരിക്കും. മറ്റു കോളേജുകളിലെ പോലെയല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും, വിദ്യാർത്ഥികൾക്കായാലും അധ്യാപകർക്കാണെങ്കിലും ഏത് നേരത്ത് വേണമെങ്കിലും അച്ഛനെ കണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. നമ്മുടെ വിഷമങ്ങളുണ്ടെങ്കിൽ പറയാം. എന്ത് കാര്യത്തിനും ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ആൻസർ അദ്ദേഹം തരും. മനസ്സിലായല്ലോ? അപ്പോൾ വളരെ നല്ല രീതിയിൽ എല്ലാ രീതിയിലും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ട്. അത് കുട്ടികൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നന്ദി പറയാണ്. നമുക്ക് ആദ്യമായിട്ട് അറിയാം, നമ്മുടെ മാനേജർ അച്ഛൻ 2ാമത്തെ ചടങ്ങിലാണ്. ആദ്യം UG കോഴ്സിൻ്റെ വിദ്യാരംഭത്തിനാണ് മാനേജർ ഫാദർ ഇവിടെ വന്നത്. 2ാമത്തെ ഫംഗ്ഷനാണ് ഇന്ന് നടന്നത്. അതും വിദ്യാരംഭ ചടങ്ങുകൾ തന്നെയാണ് MCOM ബാച്ചിൻ്റെ. എന്തായാലും നമ്മൾ വിളിക്കുന്ന സമയത്തെല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടി, വളരെ താല്പര്യത്തോടു കൂടി ഇവിടെ വരികയും നമ്മളൊക്കെ ഒരു മെസ്സേജ് തരികയൊക്കെ ചെയ്യുന്ന അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ കോളേജിൻ്റെ പേരിലും ഡിപ്പാർട്ട്മെൻറ്റ് പേരിലും നൽകട്ടെ. അടുത്തതായി നമുക്കറിയാം, നമ്മുടെ ഡയറക്ടർ ഫാദർ ജിജോ തീത്തായ് അച്ഛനാണ് ഈ പ്രോഗ്രാമിൻ്റെ നമ്മുടെ കോളേജിൻ്റെ എല്ലാ വിജയങ്ങൾക്കും പുറകിൽ അച്ഛനാണ്. അച്ഛൻ വളരെ നല്ല രീതിയിൽ പറഞ്ഞതാണ്. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളുടെ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു. പക്ഷേ തുടക്കത്തിൽ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത്, യൂട്യൂബ് ക്ലാസ് എടുത്ത് തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഇവിടെ വന്ന് റെക്കോർഡ് ചെയ്ത് വീട്ടിൽ പോവുകയായിരുന്നു. അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനെയും വീഡിയോ എടുക്കുന്നതിനും അത് എഡിറ്റ് ചെയ്യുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനൊക്കെ ഞങ്ങൾ പോലും അറിയാതെ പ്രാപ്തരാക്കിയിട്ടുള്ളത് അച്ഛനാണ്. അച്ഛൻ്റെ ഒരു ഡയറക്ഷൻ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഔപചാരികതയുടെ പേരിൽ മാത്രം അച്ഛനോട് ഞാൻ നന്ദി പറയുന്നു. കോളേജിൻ്റെ പേരിൽ, ഡിപ്പാർട്ട്മെൻറ്റ് പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. അടുത്തായിട്ട് നമുക്കറിയാം, നമ്മുടെ പ്രിൻസിപ്പൽ സാറാണ്. നമ്മുടെ സ്ട്രീമിൽ നിന്ന് തന്നെയുള്ള പ്രിൻസിപ്പലാണ്. ജോസ് സാർ എന്ന് പറഞ്ഞാൽ മാനേജർ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ 100% ഡെഡിക്കേറ്റഡ് ആണ്.
അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ കാര്യങ്ങളാണ് അദ്ദേഹം ഏത് സമയം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 100% ഡെഡിക്കേറ്റഡ് ആണ്. മാത്രമല്ല നമുക്ക് എന്ത് കാര്യത്തിനും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യമായാലും കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ പോലും വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാനും നല്ല സംശയങ്ങളൊക്കെ കൃത്യമായി ദൂരീകരിച്ച് തരാനൊക്കെ കപ്പാസിറ്റിയുള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാറാണ്. ജോസ് സാറിനെയും ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ നന്ദി അർപ്പിക്കട്ടെ. അടുത്തായിട്ട് നമുക്കറിയാം നമ്മുടെ PTA പ്രസിഡൻ്റാണ് അബ്ദുറഹ്മാൻ സാർ. നമ്മൾ വിളിക്കുന്ന സമയത്തെല്ലാം തന്നെ വളരെ താല്പര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി വന്ന് നമ്മുടെ എല്ലാ പ്രോഗ്രാമിൻ്റെയും സാന്നിധ്യമായിട്ടുള്ള അദ്ദേഹത്തിനെ വളരെ വിനയത്തോടു കൂടി ഞാൻ കോളേജിൻ്റെ പേരിലും ഡിപ്പാർട്ട്മെൻറ്റ് പേരിലുമുള്ള നന്ദി അറിയിക്കട്ടെ. ദെൻ നെക്സ്റ്റ് നമുക്കറിയാം നമ്മുടെ ചെയർപേഴ്സൺ നമ്മുടെ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രതിനിധിയായിട്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇവിടെ വന്നിട്ടുള്ള തൻസീഹ ഇബ്രാഹിം. എല്ലാ പ്രോഗ്രാമിനും തൻസീഹയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ വളരെ നല്ല മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കുന്നു. ഒരു ലീഡർഷിപ്പ് നല്ല രീതിയിൽ പ്രവർത്തികമാക്കുന്ന ലീഡർ തന്നെയാണ്. തൻസീഹയ്ക്കും ഡിപ്പാർട്ട്മെൻറ്റ് പേരിലുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. ഇന്ന് നമുക്കറിയാം നമ്മുടെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റൊന്ന് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. 2 ഡിപ്പാർട്ട്മെൻറ്റ് എന്നില്ല. നമുക്കറിയാം ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ, കുട്ടികൾ വന്നപ്പോൾ കണ്ടു, എല്ലാവരും ടീച്ചിങ് സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാവരും തന്നെ ഒന്നിച്ച് ഒരുപോലെ ഒരു കുടുംബമായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായി നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നീന മിസ് ഉണ്ട്. നീന മിസ്സിനും ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. അടുത്തായി നമുക്കറിയാം നമ്മുടെ HOD മഞ്ജു മിസ്സാണ്. മഞ്ജു മിസ്സിന് ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ടീച്ചറുടെ എല്ലാ ആശംസകളും നൽകാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചറുടെ സാന്നിധ്യത്തിലും ടീച്ചർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഈ പ്രോഗ്രാമിനൊക്കെ എല്ലാവിധ ആശംസകളും അല്ലെങ്കിൽ ഇത് ഓരോ സമയം വിളിച്ചറിയിച്ചുകൊണ്ടിരുന്ന ടീച്ചറാണ്. വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള നമ്മുടെ സ്ട്രീമിൽ നിന്ന് തന്നെയാണ്, കൊമേഴ്സിൽ നിന്ന് തന്നെയാണ്. വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള ഷെറീന മിസ്സും എല്ലാവിധ ആശംസകളും കുട്ടികൾക്ക് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഷെറീന മിസ്സിന് ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തായി നമുക്കറിയാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാരൻസ് ഉണ്ട്. പാരൻസിനോടും ഈ സ്ഥാപനത്തിനും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിനുമുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. കുട്ടികളുണ്ട്, കുട്ടികൾക്കും ഇന്ന് വന്ന് ഇവിടെ നമ്മുടെ ഭാഗമായി തീർന്ന എല്ലാ കുട്ടികൾക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, നമ്മുടെ ഓഫീസിലെ നമുക്കറിയാം ഇവിടെ വന്നപ്പോൾ കുട്ടികൾക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഓഫീസ് സ്റ്റാഫൊക്കെ അത്രയും നമുക്ക് സപ്പോർട്ടിംഗ് ആണ്. കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും വളരെ സപ്പോർട്ടിംഗ് ആയി ഒരു ഫാമിലി പോലെ കഴിഞ്ഞു പോകുന്നതാണ്. ഓഫീസിലെ എല്ലാ സ്റ്റാഫിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പ്രെയർ സോങ്ങിന് വന്നിട്ടുള്ള കുട്ടികളുണ്ട്. S4 BCom ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് നന്ദി പറയുന്നു. നമ്മുടെ ആങ്കറായിട്ടുള്ള ലിജി മിസ് എല്ലാ പ്രോഗ്രാമിനും വലിയ സപ്പോർട്ടായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുകയും വളരെ നല്ല രീതിയിൽ ആങ്കറിങ് നിർവഹിക്കുകയും ചെയ്യുന്ന ലിജി മിസ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. Thank you, sir, for your nice words, and we are winding up the program. Thank you.